ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് അധികം ആരും കഴിക്കാത്ത, അധികം ആരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്നാക്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ചക്കക്കുരു കൊണ്ടാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം ചക്കക്കുരുക്കെ കിട്ടുന്ന സീസണല്ലേ, ഇപ്പോൾ ധാരാളം ചക്കയ്ക്കുള്ള സമയമല്ലേ. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ആരും കളയരുത് കേട്ടോ. ഈ ചക്കക്കുരുവിൽ നമ്മൾ വിചാരിക്കാത്ത മാതിരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചക്കക്കുരുവിന്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും അത്ഭുത ഗുണങ്ങൾ ഈ ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ചക്കക്കുരു കളയരുത്. നമ്മൾ ചക്കക്കുരു സാധാരണ കറി വയ്ക്കാറുണ്ട്. തോരനായിട്ടും മെഴുക്കുവരട്ടിയായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും അത്ര അറിവില്ല. പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ ഈ ചക്കക്കുരുവിനുണ്ട്. ക്യാൻസറിനെ തടയാനുള്ള കഴിവുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ്, പ്രോട്ടീൻസ്, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്സ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രതീക്ഷിക്കാത്ത മാതിരിയുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ ഈ ചക്കക്കുരുവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ചക്കക്കുരു കളയരുത്. ക്യാൻസറിനെ തടുക്കാൻ വരെ കഴിവുള്ള ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചക്കക്കുരു കളയരുത്. എങ്ങനെയെങ്കിലും ചക്കക്കുരു ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരു നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചക്കക്കുരു കൊണ്ട് ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ്. എങ്ങനെയെങ്കിലും ചക്കക്കുരു നമ്മൾ കറിയായിട്ടും തോരനായിട്ടും എങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കറിയും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നൊരു പ്രതീക്ഷിക്കാത്ത മാതിരി ടേസ്റ്റി ആയിട്ട് നമ്മൾ ആരും ഉണ്ടാക്കാത്ത ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചക്കക്കുരു ഞാൻ നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കുക്കറിലിട്ട് 2 വിസിൽ ഒളിപ്പിച്ച് നല്ലപോലെ ചക്കക്കുരു നല്ലപോലെ വേവിച്ച് കൊണ്ടുവന്നു കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടി ചക്കക്കുരു. അതിനുശേഷം ചൂടാറിയപ്പോൾ അതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തി. വെന്ത ചക്കക്കുരുവാണ് കേട്ടോ. അതിന് ശേഷം നമുക്കതിൻ്റെ ആ പോള ഇങ്ങോട്ട് കളയണം കേട്ടോ. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. പോള ഒട്ടും ഇരിക്കാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിച്ച് അതിൻ്റെ പോള ഇങ്ങോട്ട് കളയണം. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള അതിൻ്റെ തൊലി അത് കളയരുത് കേട്ടോ. പോള മാത്രമേ കളയാവൂ. പോള ഒട്ടും ഇരിക്കാൻ പാടില്ല. പോള വളരെ ശ്രദ്ധിച്ച് പോള നമുക്കതിൽ നിന്ന് മാറ്റണം. തൊലി ഒട്ടും കളയണ്ട. അങ്ങനെ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ പോളയൊക്കെ മാറ്റി കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ പോളയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പോളയൊക്കെ മാറ്റി കൊണ്ടുവന്നു കേട്ടോ. ഇത്രയും ചക്കക്കുരു കിട്ടി. അതിൻ്റെ മഷിയൊന്നും കളഞ്ഞിട്ടില്ല. ബ്രൗൺ കളറിലുള്ള തൊലിയൊക്കെ അതുമ്മേ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാം. അങ്ങനെ അരയൊന്നും അരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചക്കക്കുരു ഞാനിങ്ങനെ നല്ലപോലെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചക്കക്കുരു നല്ലപോലെ പൊടിച്ച് വെച്ച് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വലുതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിക്കളയാം. നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വലുതുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാം. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 4 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണ്ട. വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനാണ്. ഒരു 4 സ്പൂണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്, ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-1.5 ടീസ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ട, ഒരു ചെറിയ എരിവേ വേണ്ടു. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ചേർത്ത സമയത്ത് ഇതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടാൻ മറന്നു പോയി ട്ടോ. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഇതിൽ ഗരം മസാലയും കൂടി ചേർത്ത് കുഴയ്ക്കുന്നുണ്ട്. അത് ഈ സമയത്ത് ഞാനത് മറന്നു പോയി. ഒടുവാണ് ഓർത്തത്. അപ്പോൾ ഇതിൽ കൂടെ ഞാൻ കുറച്ച് ഗരം മസാല ലാസ്റ്റാണ് ഇട്ട് കുഴയ്ക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടികളും കടലമാവും ചക്കക്കുരു വേവിച്ചതും എല്ലാം നമ്മൾ ചേർത്ത് എല്ലാം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണ്ടേ ഒരുപോലെ. അതിന് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഞരടി കൊടുക്കുന്നത്. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് പിച്ചി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അതിനാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചൊന്ന് ഒരു പരുവാക്കി എടുക്കണം. ഒന്ന് മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അതിനാണ് കുറേശ്ശെ വെള്ളം തെളിച്ച് അങ്ങനെ കുറേശ്ശെ വെള്ളം തെളിച്ച് നല്ലപോലെ കുഴച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാകത്തിനാണ് കുഴയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ ഈ സ്നാക്സിന്. നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട് കുഴച്ച്. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ച് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്കത് കുറേശ്ശെ എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ഇതിപ്പോഴാണ് കേട്ടോ ഞാൻ ഗരം മസാല ചേർക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് മറന്നുപോയി. ഗരം മസാലയും കൂടി ലാസ്റ്റ് ചേർത്തിട്ട് കുഴച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗരം മസാല ഇപ്പോഴാണ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി കുഴയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് കുറേശ്ശെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറിയ പീസസായിട്ട് കൈ കൊണ്ട് അങ്ങനെ പിച്ചി ഇങ്ങനെ ഇട്ടാൽ മതി. ഉരുട്ടൊന്നും വേണ്ട, വെറുതെ അങ്ങനെ പിച്ചി ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ പിച്ചി ഇടുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു പതുക്കെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട. എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ലപോലെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ക്രിസ്പി നല്ല വെന്ത് ക്രിസ്പി ആവുന്നത് വരെ സാധാരണ നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുമാതിരി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിങ്ങനെ ലാസ്റ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടി. ഞാൻ എണ്ണയിൽ നിന്നും മാറ്റി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കളറാണ്, നന്നായിട്ട് കിട്ടി. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ. അധികം ആരും ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെയുള്ള സ്നാക്സ് വളരെ നല്ലത് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.